നമസ്കാരം, ഞാൻ ദിനേശ് സോബ്രണിയ. നമ്മൾ ഒരു ചെണ്ടുമല്ലിത്തോട്ടത്തിന്റെ കാര്യം പറഞ്ഞേ, വാളയാറ് കോങ്ങാമ്പാറ, അത് ഗ്രോത്ത് വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവര് കുഴിച്ചിടാൻ വളരെ വൈകിപ്പോയ തൈകളാണ് കേട്ടോ, വളരെ വൈകിപ്പോയി. അപ്പൊ നമ്മൾ അതിന്റെ വളപ്രയോഗമൊക്കെ പറഞ്ഞു കൊടുത്തു. DAP, പൊട്ടാഷ്, അതുപോലെ നമ്മളുടെ 13-27-27. അത് ഒപ്പം തന്നെ ഇതില് വളങ്ങൾ എല്ലാം ഇപ്പൊ ലാസ്റ്റ് ജിബർലിക് ആസിഡിന്റെ കണ്ടന്റ് ചേർന്ന വളങ്ങളും അതുകൂടാതെ നമ്മളുടെ 13-27-27 ഒക്കെ ഇടവിട്ട് സ്പ്രേ ചെയ്യാൻ പറഞ്ഞ. ഇത് എത്ര വൈകി നട്ട ആൾക്കും നമുക്കൊരു പ്രത്യേക സമയത്തേക്ക് പൂവിടിക്കാൻ വേണ്ടിയിട്ട് വളങ്ങളുടെ തോത് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് പല പല സമയത്തായിട്ട് ഇതിനെ സ്പ്രേ ചെയ്യാം. മഴ വ്യാപകമായിട്ട് നല്ല മഴ. അപ്പൊ നമ്മൾ ആ മഴയുള്ള സമയത്തും മഴ കുറയുന്ന നേരം നോക്കിയിട്ട് ഫോളിയർ സ്പ്രേ കൊടുത്ത്, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റീസെന്റ് ആയിട്ട് ഇതിനെ മൊട്ട് വരുത്താം. നമുക്ക് എന്തൊക്കെ വളമാണ് കൊടുക്കേണ്ടത്, മൊട്ട് വരുത്താം. അപ്പൊ ഇതിലേക്ക് നോക്കുക, ഇതിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇത് മൊട്ട് വന്നിട്ട് 2 ദിവസമായ മൊട്ടാണ് കേട്ടോ. ഇതിൽ കാണാൻ ക്യാമറ ഒന്ന് പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മൊട്ടുക. ഇതാണ് മൊട്ട് വന്നിട്ടില്ലേ, കണ്ടില്ലേ മൊട്ട് വന്നത്. അപ്പോൾ നമുക്ക് മൊട്ട് ഏത് സമയത്ത് വരണം എന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നാലും ചെടിയുടെ ഒരു ലൈഫ് ഉണ്ട്. പിന്നെ ഇതെന്താ വെച്ചാലേ, ഇപ്പൊ ഇതിലൊക്കെ ചെടിക്ക് ഇപ്പോഴാണ് കൊമ്പും ജില്ലകളൊക്കെ ചില ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് ഈ ചെടി നോക്കാം, ഈ ചെടിക്ക് ഇപ്പൊ കൊമ്പും ജില്ലകൾ ഇങ്ങനെ വന്നു. പക്ഷെ തല മുറിക്കാത്തത് കൊണ്ട് തന്നെ ഒരു 8-10 കൊമ്പും ജില്ലകളുള്ളൂ. മറ്റത് 2 തവണ തല മുറിച്ചിരുന്നെങ്കിൽ ഏകദേശം 70ഓളം ചില്ലകൾ വരും. അതിലൊക്കെ മൊട്ടുണ്ടാവും. അപ്പൊ ഇത് വൈകി നട്ടിട്ട് ഇവർ ആവശ്യപ്പെട്ടത് ഇപ്പൊ പൂവ് പെട്ടെന്ന് കിട്ടുമെന്ന്. അപ്പൊ നമ്മളുടെ ഒരു മെത്തേഡില് വളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാനും മഴയില്ലാത്ത നേരത്തൊക്കെ കൊടുക്കാനും മണ്ണ് കൂട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞ്, എല്ലാ ചെടിയും ഒരേ വലിപ്പമല്ലേ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ഏകദേശം 2000ഓളം തൈകളുണ്ട്. അത് ആ ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. 2000ഓളം തൈകള് ജൂൺ ലാസ്റ്റ് ജൂലൈ 1 ആയിട്ട് നട്ട തൈകളാണ്. എന്നാലും ഞാൻ അവരോട് പറഞ്ഞത് നമുക്കിതിനെ മാക്സിമം അത്തത്തിന്റെ സമയത്തേക്ക് പൂവിടിപ്പിക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. ഇന്ന് 3-ാം തീയതിയാണ്. 3-ാം തീയതി ആയപ്പോഴേക്കും ഫസ്റ്റ് മുട്ട് കണ്ടതാ. 1-ാം തീയതി കാണുന്ന ഫസ്റ്റ് മുട്ടാണ് നമുക്ക് അത്തത്തിലേക്ക് പോകണം. എന്തായാലും മഴ കൂടുകയാണെങ്കിൽ ഇതിന്റെ ചെറിയൊരു അത്തത്തിന്റെ അന്ന് പൊട്ടിച്ചില്ലെങ്കിലും പിറ്റേ ദിവസമെങ്കിലും പൊട്ടിക്കാനുള്ള തരത്തിലേക്ക് പോവാണ്. നമുക്ക് വെയിൽ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, വൈകി നട്ടാലും പൂടിയിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അധികം ആളുകളും ചെയ്യുന്നത് എന്താ അറിയോ, വീഡിയോ കണ്ടിട്ട് തുടക്കത്തിൽ ആ വീഡിയോന്റെ ഒരു ഇൻട്രസ്റ്റിൽ എങ്ങനെ കുറച്ച് പോവും, പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറിപ്പോവും. അത് പോകാതെ ഈ ചെടി ഒക്കെ ചെയ്ത പോലെ തന്നെ നമ്മളുടെ ആവശ്യം, ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അത് പൂടിയിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യം തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ ചെടിയുടെ അവസ്ഥ, ഇത് മൊട്ട് എല്ലാറ്റിലും മൊട്ട് വന്നിട്ടില്ല. ഇത് ഇപ്പോ ക്യാമറ ഒന്ന് ഇതിലേക്ക് വന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെച്ചാൽ വളരെ സന്തോഷം. ഇതിലും മൊട്ട് ഇതിലേക്ക് ഇങ്ങനെ മൊട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ഒന്ന് ബാക്കിലേക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഇതാണ് മൊട്ട് വന്നിരിക്കുന്നത്. ഇതാണ് മൊട്ട്. അപ്പൊ നമുക്കിത് മൊട്ട് വരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കൊടുക്കുന്ന വളത്തിന്റെ ക്രമങ്ങളും എല്ലാ കാര്യം കൊണ്ട് ജിബർലിക് ആസിഡ് ചേർന്ന മരുന്നൊന്ന് ചേർത്താൽ ചെടി ഒന്ന് ഉത്തേജിപ്പിക്കപ്പെടും. പിന്നെ ഞാൻ രാസരീതിയിൽ മാത്രമല്ല പറഞ്ഞു കേട്ടോ, ജൈവ രീതിയിലും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന വളത്തിന്റെ അളവില് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. കൊടുക്കുന്ന അളവ് കൂട്ടിക്കൊടുക്കുന്നതോടൊപ്പം മണ്ണ് നന്നായി ചേർത്തൊക്കെ കൊടുക്കുക. നമുക്ക് നല്ല രീതിയിൽ വളർത്താം. ഇപ്പൊ ഈ തോട്ടം കാണുമ്പോൾ ഈ തോട്ടത്തിൽ വളരെ ചെറിയ തൈകളായിരുന്നു, ഇത്രയിലേക്ക് എത്തിച്ചു. അതുപോലെ ഇതിന്റെ മുന്നേ വിളിച്ച കുറെ ആളുകൾ വീഡിയോയിൽ പറയും ഇത്രയും വളർന്നിട്ടില്ല എന്ന്. അത് പരിചരണം കേട്ടോ. നമ്മള് ചെടി കുഴിച്ചിട്ട് പോയാൽ പോരാ, ചെടിയെ കൃത്യമായി പരിചരിക്കണം. അപ്പൊ ഈ വാളയാറിലുള്ള ഈ തോട്ടത്തില് നല്ലോണം പൂ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയാണ്. പക്ഷെ ഇപ്പൊ ഈ തോട്ടത്തിന്റെ ആളുകളോടും ഞാൻ പറയുന്നത്, ഇത് കൃത്യസമയത്ത് 2 തവണ പ്രൂൺ ചെയ്തിരുന്നെങ്കിൽ, കൃത്യസമയത്ത് നട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന പൂവിന്റെ 4 ഇരട്ടി പൂക്കൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പൂ കിട്ടും, വെയിൽ നല്ല രീതിയിൽ വന്നാൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തോട്ടത്തിലും ഈ വ്യത്യാസമുള്ളതിനുണ്ടെങ്കിൽ, പൂക്കളുടെ അളവ് മൊട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കൂടുതൽ പൂക്കൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു.